ഹലോ ഫ്രണ്ട്സ്, റിലാക്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോക്കറ്റ് കാര്യമാവാതെ ഇത്തവണത്തെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കാനുള്ള ക്രിസ്മസ് ബോൾസും അതേപോലെ തന്നെ കുറച്ച് സ്റ്റാർസും ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്രിസ്മസ് ബോൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ റഫായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കീറിയെടുക്കുകയാണ് ഫുള്ള്. ഈ ഒരു രീതിയിൽ കാർഡ്ബോർഡ് പേപ്പർ ഫുള്ളായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഫുൾ ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഫുള്ളായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ആയി കിട്ടും. ഇനി ഇതെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഇനി ഇതൊന്ന് ട്രീയിൽ നമ്മുടെ ഹോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെമ്പ് കമ്പി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വളച്ചിട്ട് ആ ബോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ചുവട്ടിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ ബോൾസ് ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയും കാർഡ്ബോർഡ് ഷീറ്റിൽ നിന്ന് ഏകദേശം 20 മേലെ ബോൾസ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുള്ളായിട്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാക്കറ്റ് ഗിൽറ്റ് എടുത്തിട്ട് അതിൻ്റെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 3 രൂപയുള്ള ഈ ഒരു പാക്കറ്റിന്. ഈ ബോളിൻ്റെ വില ഞാൻ ഷോപ്പിൽ തിരക്കിയപ്പോഴത്തേക്ക് അതിന് ഏകദേശം 75 രൂപയും പിന്നെ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്ക് 300-ന് മേലെ ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പം ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് നമുക്ക് നല്ല മനോഹരമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. ഉണ്ടാക്കി വെച്ചിരുന്ന ബോൾസിൽ ഫുള്ള് ഇങ്ങനെ ഗിൽറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ ഇതായിരുന്നു. പക്ഷേ നമ്മുടെ ഫൈനൽ ലുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ ഇതേപോലെ ഇത്രയും ബോൾസിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി രണ്ടാമതായി ട്രീയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ 2 ഷീറ്റ് ഗ്ലിറ്റർ പേപ്പർ ഉണ്ടായിരുന്നു വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ നമ്മൾ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് ഈ ഗ്ലിറ്റർ പേപ്പറിൽ വെച്ചിട്ട് ആ സ്റ്റാറിൻ്റെ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഗ്രീൻ കളറിലും ഗോൾഡൻ കളറിലും കുറച്ചേറെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രീയിൽ ഹാങ് ചെയ്താണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് സ്റ്റാറിൻ്റെ ഒരു സൈഡിലായിട്ട് അതൊന്ന് വളച്ച് വെച്ചിട്ട് അതിൻ്റെ താഴെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് എടുക്കുകയാണ്. ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ് ഈ ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ബോൾസും ഈ സ്റ്റാറും വരുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ട്രീ ഫുൾ ഫില്ലായിട്ട് കിട്ടും. ഈ രീതിയിൽ എല്ലാ സ്റ്റാറിലും ഇതേപോലെ ചെമ്പ് കമ്പി വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ 2 വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ. താങ്ക്